ലെബനനിൽ നിന്ന് ഇസ്രയേൽ സമ്പൂർണ്ണമായി പിന്മാറണം. അങ്ങനെ പിന്മാറാത്ത പക്ഷം ഒരു സമാധാന കരാർ ഇനി ഉണ്ടാവില്ല. അതാണ് കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ആക്രമണങ്ങൾക്ക് ശേഷമുണ്ടായ ഇറാൻ്റെ നിലപാട്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ധാരണാപത്രം ഒപ്പിടൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒട്ടും ഗുണകരമല്ലെന്നും അവിടുത്തെ ജനങ്ങളിൽ ഒരു 10 പേരിൽ 6-7 പേർ ഈ ധാരണാപത്രത്തെ എതിർക്കുകയാണെന്നുമുള്ള കൃത്യമായ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ കരാർ സമ്പൂർണ്ണമായി നിലനിൽക്കെ നവംബറിലെ തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ തൻ്റെ പാർട്ടി പരാജയപ്പെടുമെന്നും അതോടുകൂടി തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, സാമ്പത്തിക അഴിമതികൾ, ക്രമക്കേടുകൾ അതൊക്കെ കൂടുതൽ ശക്തമാകുമെന്നും അതിലൂടെ താൻ വീണ്ടും ജയിലറയ്ക്കുള്ളിലേക്കാകാനുള്ള സാധ്യതയുണ്ട് എന്നും വളരെ ബോധപൂർവം തിരിച്ചറിഞ്ഞ അദ്ദേഹം ഈ യുദ്ധത്തിൽ ഇറാനെ ആക്രമിക്കാൻ ആകാത്തതിൻ്റെ നിരാശ മുഴുവൻ ലെബനനിലാണ് തീർത്തുകൊണ്ടിരുന്നത്. ലെബനനിൽ വിവിധ മേഖലകളിൽ ഈ ഹിസ്ബുള്ളയുടെ ക്യാമ്പുകൾ എന്ന പേരിൽ ജനസമൂഹത്തെയും ജനവാസ മേഖലയെയും ആക്രമിച്ചുകൊണ്ടിരുന്നു. അത് രണ്ടും കൂടി ചേർത്താണ് തങ്ങൾ കരാറുണ്ടാക്കിയതെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഇറാൻ പറഞ്ഞിട്ടും അതിനോടൊപ്പം ഒരു കാരണവശാലും ചേർന്ന് നിൽക്കാൻ ഇസ്രായേൽ തയ്യാറായതേയില്ല. ആ തയ്യാറാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന തൻ്റെ ഇലക്ഷനും തൻ്റെ രാഷ്ട്രീയ ഭാവിയും അതോടൊപ്പം തന്നെ തനിക്ക് വരാവുന്ന കേസുകളും അടക്കമുള്ളവയാണ്. അതുകൊണ്ട് ആ പിൻവലിക്കൽ സാധ്യമല്ല എന്ന സ്ഥിതിവിശേഷം നിലനിൽക്കെയാണ് ഈ പറയുന്ന പുതിയ നിബന്ധന ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ലെബനനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണ സാധ്യതയോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമോ അവിടെ ഉണ്ടെങ്കിൽ, അതാണ് പുതിയ നിർദ്ദേശം. അതായത് ഇസ്രയേലിൻ്റെ സൈന്യത്തിൻ്റെ സാന്നിധ്യം ലെബനനിൽ ഉണ്ടാകാനേ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ഈ കരാറിലേക്ക് തങ്ങൾ പ്രവേശിക്കുകയില്ലെന്നും സമ്പൂർണമായ കരാർ ലംഘനം എന്ന കണക്കാക്കി തുടർ പ്രവർത്തനങ്ങളിലേക്ക് പോകും എന്നുമാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ഉറക്കെ പറയാതിരുന്ന ലെബനൻ വിഷയം കൂടി ഈ ഇറാൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലാകട്ടെ ഇറാനെ ആക്രമിക്കുന്നില്ലെങ്കിലും ലെബനനിൽ ആക്രമണം നടത്തി തങ്ങളുടെ ജനതയെ തൃപ്തിപ്പെടുത്തി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജനപ്രീതി ഉയർത്താം എന്ന് കാത്തിരിക്കുമ്പോഴാണ് ഇറാൻ വളരെ കർശനമായ ഈ നിബന്ധന മുന്നോട്ട് വച്ചിട്ടുള്ളത്.